മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. യേശു എൻ പക്ഷമായി തീർന്നതിനാൽ എത്രയാനന്ദം ഈ ഭൂവിൽ വാസം, എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കും നാൾ, എത്ര മോദം പാർത്തലത്തിൽ ജീവിക്കും നാൾ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ വിനോദ് തോമസ് കോട്ടയം. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ നമുക്ക് ശ്രമിക്കാം. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസിലൂടെ ദൈവനെ ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും സ്നേഹിതർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നിസ്തുല്യമായ പ്രഭാത വന്ദനം. 1 പത്രോസ് അതിൻ്റെ 2-ാം അധ്യായത്തിന് 4-ാം വാക്യം വായിക്കുന്നത് ശ്രദ്ധിക്കുക. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായി അവരുടെ അടുക്കൽ വന്നിട്ട്. ഇവിടെ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വരുന്നവരെ കുറിച്ചും യേശു ക്രിസ്തു ആരാണ് എന്നും ഇവിടെ പത്രോസ് പറയുകയാണ്. പത്രോസ് പറയുന്നത് യേശു ക്രിസ്തുവാണ് ജീവനുള്ള കല്ല്. പത്രോസാണ് പാറ എന്ന് പഠിപ്പിക്കുന്നവരോട് പത്രോസ് പറയാണ്, ഞാനല്ല പാറ, ജീവനുള്ള കല്ല്, ജീവനുള്ള പാറ യേശു ക്രിസ്തുവാണെന്ന് പത്രോസ് പറയുന്നത് നാം ശ്രദ്ധിക്കണം. ഇവിടെ ഈ കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം, മനുഷ്യർ തള്ളിയതെങ്കിലും. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ മനുഷ്യർ അവനെ തള്ളിക്കളഞ്ഞു. ഇവിടെ യഥാർത്ഥമായ പരിഭാഷ എന്ന് പറയുന്നത് അവർ കർത്താവിനെ പരിശോധിച്ചു, ആ കർത്താവ് ഉപയോഗശൂന്യൻ എന്ന് കണ്ട് തള്ളിക്കളഞ്ഞു, ദൂരെ എറിഞ്ഞു എന്ന നിലയിലാണ്. യഹൂദന്മാർ ആണ് ആദ്യമായിട്ട് കർത്താവിനെ ആ നിലയിൽ തള്ളിയത്. ഇവനെ ഞങ്ങൾക്ക് വേണ്ട, ബറബ്ബാസിനെ മതി എന്ന് പറഞ്ഞു. യഹൂദന്മാര് കർത്താവിനെ പരിശോധിച്ചു, കർത്താവിന് ഉപയോഗശൂന്യനാണെന്ന് അവർ ചിന്തിച്ചു, കർത്താവിനെ ദൂരെ തള്ളിക്കളയുവാൻ ഇടയായി. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്? അവരുടെ കണ്ണുകൾ ഇരുണ്ടു പോയിരുന്നു. അവർ അന്ധമായ കണ്ണുകളോടുകൂടിയാണ്, അന്ധമായ ഹൃദയത്തോടുകൂടിയാണ് കർത്താവിനെ പരിശോധിച്ചത്. അവരുടെ മതപരമായ ആ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് അവർ കർത്താവിനെ പരിശോധിച്ചത്. ദൈവവചനം അനുസരിച്ച്, അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന പഴയ നിയമ തിരുവെഴുത്ത് അനുസരിച്ച് അല്ല അവർ കർത്താവിനെ പരിശോധിച്ചത്. മാത്രമല്ല, കർത്താവിന് വന്നാൽ അവരുടെ സ്ഥാനമാനങ്ങളും അവരുടെ സമൂഹത്തിലുള്ള ആ അംഗീകാരവും ഒക്കെയാണ് അവർ പ്രധാനമായിട്ട് കണ്ടത്. അവർ ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തില്ല. അവർ പ്രതീക്ഷിച്ചിരുന്ന മശിഹ ഒരു രാഷ്ട്രീയ മശിഹയാണ്. യഹൂദന്മാരെ റോമ സാമ്രാജ്യത്തിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു മശിഹയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ കർത്താവ് വന്ന് അവരോട് പറഞ്ഞത്, അവിടുന്ന് സൗമ്യതയും താഴ്മയുള്ളവനുമായിട്ട് വന്ന് അവരുടെ ആ പാപത്തിന്റെ അന്ധകാരത്തിൽ നിന്ന്, പൈശാചിക അടിമത്തത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി ആത്മീയ മശിഹയായി സൗമ്യതയും താഴ്മയുള്ളവനുമായി വന്നപ്പോൾ അവർക്ക് അംഗീകരിക്കാനായിട്ട് സാധിച്ചില്ല. മാത്രമല്ല, അവർക്ക് സാധിക്കാത്ത ആത്മീയ സത്യങ്ങൾ അവർ കർത്താവ് പറഞ്ഞപ്പോൾ അവർക്ക് സാധിക്കാത്ത വലിയ ദൈവ സാന്നിധ്യവും ദൈവ പ്രവൃത്തിയും കർത്താവിലൂടെ വെളിപ്പെട്ടപ്പോൾ അസൂയ മൂത്ത് അവർ തള്ളിക്കളഞ്ഞു. എന്താ സംഭവിച്ചത് നമുക്കറിയാമോ? കർത്താവിനെ തള്ളിക്കളഞ്ഞ യഹൂദന്മാര് 2000 വർഷങ്ങളായിട്ട് തള്ളപ്പെട്ട് കിടക്കുകയാണ്. അവനെ വേണ്ട, ബറബ്ബാസിനെ മതിയെന്ന് പറഞ്ഞവരെ ലോകത്തിന്റെ 5 വൻകരകളിൽ ചിതറിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞാൽ നിങ്ങൾ തള്ളിക്കളയുന്നത് നിങ്ങളുടെ നിത്യജീവനാണ്, നിങ്ങളുടെ നിത്യതയാണ് തള്ളിക്കളയപ്പെടുന്നത്, നിത്യനരകത്തിലേക്ക് തള്ളപ്പെടുകയാണ്. യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞവര് ദൈവം തള്ളിക്കളയുന്നതിനെ കുറിച്ച് റോമർ വെളിപ്പാട് 20:15 പറയുന്നുണ്ട്. അവർ പേര് കാണാത്ത ഏവരെ തീപ്പൊയ്കയിൽ തള്ളിയിടും.
യേശു കർത്താവിനെ തള്ളരുത്. ഈ കർത്താവിനെ ഏറ്റെടുക്കുക, ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും. ഇവിടെ വിശ്വാസികളായ ദൈവമക്കൾക്കൊരു വലിയ ആത്മീയ സത്യമുണ്ട്. കർത്താവിനെ തള്ളിക്കളഞ്ഞ ലോകം നമ്മയും തള്ളിക്കളയാം. കർത്താവിനെ തള്ളിക്കളഞ്ഞ ലോകത്തിന്റെ സ്ഥാനമോ മാനമോ ഒന്നും നമുക്ക് വേണ്ട. കർത്താവിന്റെ പിന്നാലെ നമ്മുടെ കർത്താവിന്റെ പിന്നാലെ നമുക്ക് ഈ ലോകത്തെ ത്യജിച്ചുകൊണ്ട് അവിടുത്തെ പിന്നാലെ നമ്മുടെ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കുവാൻ കഴിയണം. അടുത്തതായിട്ട് ഇവിടെ പത്രോസ് പറയുന്നത്, ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്ന്. കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, അവിടുന്ന് ദൈവസന്നിധിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട കല്ലാണ്. ദൈവം ശ്രേഷ്ഠമായിട്ട് കർത്താവിനെ തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ശ്രേഷ്ഠനായിട്ട് കർത്താവ് തന്റെ വേല തികച്ച് കർത്താവ് ഇന്ന് ഏറ്റവും ഉന്നതമായ സ്ഥാനത്തായിരിക്കുകയാണ്, ശ്രേഷ്ഠനായിരിക്കുകയാണ്. ഈ ലോകത്തിൽ തള്ളപ്പെടുമ്പോൾ ദൈവം നമ്മെ ശ്രേഷ്ഠരായിട്ട് കാണപ്പെടുകയാണ്. എന്നാൽ ഈ ലോകത്തോടൊപ്പം നിന്ന് കർത്താവിനെ തള്ളിക്കളഞ്ഞാൽ ദൈവസന്നിധിയിൽ നമുക്കൊരു ശ്രേഷ്ഠതയും ലഭിക്കത്തില്ല. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് മാന്യമായ എന്നാണ്. വിലയേറിയ കല്ലെന്നാണ് യഥാർത്ഥമായിട്ട് ഇവിടുത്തെ പരിഭാഷ. ദൈവസന്നിധിയിൽ അവിടുന്ന് ശ്രേഷ്ഠനാണ്, അവിടുത്തെ ഏറ്റവും വിലയേറിയവനാണ് എന്ന് ഇവിടെ പറയുകയാണ്. ഇവിടെ വിലയേറിയവൻ എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ദൈവത്താൽ മാനിക്കപ്പെട്ടവൻ. നമ്മൾ വായിക്കുന്ന പോലെ ദൈവം അവനെ ഏറ്റവും ഉയർത്തി വിളിക്കപ്പെട്ട എല്ലാ നാമത്തും അത്യന്തം മീതെ ഇരുത്തിയിരിക്കുക. മനുഷ്യർ തള്ളിയെങ്കിലും ദൈവത്തിന്റെ മുഖത്തിൽ ശ്രേഷ്ഠനായിട്ട് വിലയേറിയവനായിട്ട് കർത്താവ് ഇരിക്കുകയാണ്. ആ കർത്താവിലുള്ള വിശ്വാസം അത് വിലയേറിയ വിശ്വാസമാണ്. ആ കർത്താവ് നമുക്ക് എങ്ങനെയുള്ളവനാണ്? അവിടുന്ന് നമുക്ക് ഏറ്റവും വിലയേറിയവനാണ്. അവിടുന്ന് മനുഷ്യപുത്രന്മാരിൽ അതിസുന്ദരനാണ്. ലാവണ്യം അവിടുത്തെ അധരങ്ങളിലുണ്ട്. നിന്റെ ദൈവം നിന്നെ കൂട്ടുകാരിൽ പരമായി ആനന്ദകൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് 45-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു. അതെ, ദൈവം ഏറ്റവും ഉയർത്തി വിലയേറിയവനായി ശ്രേഷ്ഠനായി ദൈവം സന്നിധിയിലായിരിക്കുന്നു എന്നുള്ളത് ഓർക്കുക. മാത്രമല്ല, ജീവനുള്ള കല്ലാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഈ കർത്താവ് ജീവൻ നൽകുന്നു. ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ അവരെ ആ പുറപ്പാട് 17 നമ്മൾ വായിക്കുന്നുണ്ട്. പാറയടിച്ചപ്പോൾ അവർക്ക് വെള്ളം ലഭിച്ചു, അവർക്ക് ജീവൻ നിലനിർത്തുവാൻ കഴിഞ്ഞു. ഇതുപോലെ ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് 1 കൊരിന്ത്യർ 10 പൗലോസ് പറയുന്നുണ്ട്. ആ കർത്താവ് ജീവനുള്ള കല്ലാണ്. ആ കർത്താവിന്റെ അടുക്കൽ രക്ഷയ്ക്കായിട്ട് വരുന്നവർക്ക് രക്ഷ ലഭിക്കും. മാത്രമല്ല, ആ കർത്താവിലേക്ക് ആ കർത്താവ് ജീവൻ നിലനിർത്തുന്ന കർത്താവാണ്. അന്ത്യവരെ നമ്മെ നിലനിർത്തുന്നവരാണ്. കർത്താവ് പറഞ്ഞു, ആ ജീവനുള്ള കല്ലാണ് ഞാൻ ജീവനാണ്, ഞാനാണ് ജീവൻ നൽകുന്നവൻ, ഞാൻ ജീവന് പുനരുത്ഥാനവുമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവൻ ആരും മരിക്കത്തില്ല. ജീവൻ പ്രാപിപ്പാൻ യഹൂദന്മാരോട് പറഞ്ഞു, ജീവൻ പ്രാപിപ്പാൻ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുന്ന നിങ്ങൾക്ക് മനസ്സില്ല. കർത്താവ് പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല, ഞാനവന് നിത്യജീവൻ നൽകുന്നു. ജീവനുള്ള കല്ലാണ്. ഈ കർത്താവിങ്കൽ വരുമ്പോൾ ജീവനുള്ള കല്ലായ കർത്താവിങ്കൽ നമുക്ക് വരുന്നത് എങ്ങനെയാണ്? നമ്മൾ 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, ജീവനുള്ള വചനത്താൽ, ജീവൻ നിലനിൽക്കുന്ന വചനത്താൽ തന്നെ നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്ക് വരികയാണ്. മാത്രമല്ല, ഈ കർത്താവിങ്കൽ വരുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പത്രോസ് പറയുന്നുണ്ട്, ഒരു ജീവനുള്ള പ്രത്യാശ ലഭിക്കുകയാണ്, നിത്യജീവനിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അടുത്തതായിട്ട് ഇവിടെ പറയുകയാണ്, ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നമുക്ക് അവന്റെ അടുക്കലേക്ക് വരിക. ഇവിടെ വെറുതെ അടുക്കൽ എന്നുള്ളതല്ല, യഥാർത്ഥമായ പരിഭാഷ ഏറ്റവും അടുത്ത് വരിക, ഏറ്റവും അടുത്ത് വന്ന് ആ ജീവൻ പ്രാപിക്കുക. മാത്രമല്ല, ഏറ്റവും അവൻ വസിച്ചുകൊണ്ട് ഏറ്റവും അടുത്ത ഒരു കൂട്ടായ്മയിലൂടെ കർത്താവിൽ വളരുക, കർത്താവിൽ ജീവിക്കുക. അതിനായിട്ടാണ് അവിടുന്ന് നമുക്ക് ആയിത്തീരുന്നത്. അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രയോജനങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് സാധിക്കും. അവിടുത്തെ കർത്താവ് പറയുന്നു, പിതാവാർച്ചൊക്കെ എൻ്റെ അടുക്കൽ വരുന്നു, എൻ്റെ അടുക്കൽ വരുന്നവരെ ഞാൻ ഒരു നാൾ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശ തന്നിരിക്കുന്നുണ്ട്. ആ കർത്താവിനുള്ള അടുത്ത് ജീവിക്കാം. ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
ലോകം വെറുത്തവരേശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. ഭാഗ്യകനാനെത്തും വരെ കാത്തിടണം. ഭാഗ്യകനാനെത്തും വരെ കാത്തിടണം.